ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടൊരു ന്യൂ ഇയർ കാർഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെ സ്കൂളിൽ ന്യൂ ഇയർ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ഹാൻഡ് മെയ്ഡ് ആയിരിക്കണം എന്നതാണ്. അങ്ങനെ ടോട്ടൽ 3 ന്യൂ ഇയർ കാർഡാണ് നമ്മൾ ഇന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. 3 LKG-യിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ക്യൂട്ടാക്കിയിട്ട് ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ലാസ്റ്റ് നോക്കാം. ന്യൂ ഇയറിന് മാത്രമല്ല, ഏത് ഒക്കേഷന് വേണ്ടിയിട്ടും നമുക്കിത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി കാർഡ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു പേപ്പറിനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കാർഡ് കിട്ടും. ഇത് ചെയ്തു വന്നപ്പം ഫസ്റ്റത്തെ കാർഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം ഒരു ജാറിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇരിക്കുന്ന ഒരു പിക്ചർ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്നത് ചില്ലറ പണിയല്ല. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് നമ്മളെ ആ ഒരു കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ മോനും കൂടി ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആടുന്നു ഇടുന്നൊക്കെ പെറുക്കിയിട്ട് ഓരോന്ന് എൻ്റെ ടേബിളിൽ കൊണ്ടിടുന്നുണ്ട്. അതുപോലെ ഓരോന്ന് എൻ്റെ ടേബിളിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയാൻ, എൻ്റെ ക്രാഫ്റ്റ് റൂം ആക്രിക്കട മാതിരിയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇവൻ റൂമിൽ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ സാധനങ്ങൾ അടക്കി പെറുക്കി വെച്ച എൻ്റെ സാധനങ്ങളെല്ലാം ഇവൻ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് മൊത്തം വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഓനെ ശ്രദ്ധിക്കാനും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. ഈ ജാറിൻ്റെ പിക്ചർ നമ്മൾ അവിടെ ഒട്ടിച്ചതിന് ശേഷം കുറച്ചൊരു ക്യൂട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പേജ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ഒരു ന്യൂ ഇയർ വിഷ് കൂടി ഫ്രണ്ട് പേജിൽ എഴുതി കൊടുക്കുന്നുണ്ട്. കവർ പേജ് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ കാർഡ് ഉണ്ടാക്കാനിരുന്നത് രാത്രിയാണ്. എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കിയിട്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് രാത്രിയാണ് ഇരുന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു സ്ക്വയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു പേപ്പർ വേണം. ഇതും ഇതുപോലെ തന്നെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ മടക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ കളർ ചെയ്തെടുത്തതാട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് ബലൂൺസ് വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഇനി ഈ ഒരു സ്ക്വയർ പീസിനെ നമുക്ക് ഈ ഒരു കാർഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ക്വയറിൻ്റെ 2 സൈഡിലായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഒരു കോൺ ഷേപ്പിൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കാർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അങ്ങനെ 2 പീസും നമ്മൾ ഇതാടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ബലൂണിൻ്റെ ഈ ഒരു സ്ക്വയറിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2025 ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചതാണത്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഫൈനൽ റിസൾട്ട് ഈ ഒരു രീതിയിലാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കാർഡ് ഞാനൊരുക്ക ഇതേ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് കാർഡ് ചെയ്ത ടൈമിൽ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഷോർട്സിലുണ്ട്, പോയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ സാൻഡയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിന് പകരം ഞാനൊരു ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 3 വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ളതിലൊക്കെ ഇരുന്നതാണ്. പക്ഷേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോനെ ഉറക്കിയിട്ട് രാത്രിയാണ് നമ്മൾ ഈ ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളുണ്ടാക്കിയ കാർഡിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് അങ്ങോട്ട് മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു ലാസ്റ്റ് കാർഡ് ഞാൻ ചെയ്യണമെന്നേ കരുതിയിട്ടുണ്ടായില്ല, ടൈമില്ലായിട്ട്. പിന്നെ രാവിലെ എണീച്ചിട്ടായിരുന്നു ഈ ഒരു കാർഡ് സെറ്റാക്കിയിട്ടുണ്ടായത്. ഒരാൾക്ക് മാത്രം കൊടുത്തു വിടാത്തത് മോശമാണല്ലോ. അങ്ങനെ രാവിലെയാണ് അത് സെറ്റാക്കിയത്. കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കാർഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റൂം ഈ ഒരു കോലത്തിലാണുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആക്രിക്കട.